ഇൻഡിഗോയുമായുള്ള പിണക്കം അവസാനിപ്പിച്ചതും വാർത്തകളിലുണ്ട്. ഇൻഡിഗോയുമായി എന്താ പിണക്കത്തിന് കാരണം? ഞാൻ ഇൻഡിഗോ വിമാനത്തിൽ യാത്ര ചെയ്യുന്നു, മുഖ്യമന്ത്രി ആ വിമാനത്തിലുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിലില്ലാത്തൊരു സംഭവമാണ് അവിടെ നടന്നത്. ഇൻഡിഗോ വിമാനത്തിനകത്ത് വെച്ച് ഒരു മുഖ്യമന്ത്രിയെ കയ്യേറ്റം ചെയ്യാൻ ആസൂത്രിതമായി ആ വിമാനത്തിനകത്ത് കടന്നു കയറി 2-3 പേര്, ഒരാളെ പിടികിട്ടിയിട്ടില്ല, ഓടി രക്ഷപ്പെടുകയും ചെയ്തതാണ്. അവർ ലാൻഡ് ചെയ്തപ്പോൾ, വിമാനം ലാൻഡ് ചെയ്തപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരെ പാഞ്ഞെടുക്കുകയാണ്. ഞാൻ ആ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ അക്രമികളെ ഞാൻ പ്രതിരോധിച്ചു. യഥാർത്ഥത്തിൽ ഞാൻ അന്ന് പറഞ്ഞതുപോലെ ഇൻഡിഗോയുടെ അന്തസ്സ് കാത്തു സൂക്ഷിച്ചത് ഞാനാണ്. എനിക്കാണ് അവർ പ്രശംസ തരേണ്ടത്. അവർ ചെയ്തത് ഏതോ ബാഹ്യശക്തികളുടെ സ്വാധീനത്തിന് വഴങ്ങി ഈ കുറ്റവാളികളായ ആളുകൾക്ക് ഇൻഡിഗോ വിമാനത്തിൽ കയറാൻ 2 ആഴ്ച വിലക്ക്, എനിക്ക് 3 ആഴ്ച വിലക്ക്. അപ്പോൾ അതിൽ ഏറ്റവും വലിയ കുറ്റവാളിയായി എന്നെ ചിത്രീകരിച്ചത് തികച്ചും തെറ്റായ നടപടിയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള എൻ്റെ പ്രതിഷേധത്തിൻ്റെ ഒരു സമരമാണത്. ആ സമരം ഞാൻ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ സഖാവി സീതാറാം യെച്ചൂരി അന്തരിച്ചു. എനിക്ക് അതിനേക്കാളും വലുത് സഖാവ് സീതാറാം യെച്ചൂരിയാണ്. അദ്ദേഹം അന്തരിച്ചു എന്ന് കേട്ടപ്പോൾ തന്നെ എങ്ങനെ ഇവിടെ എത്താം, അതാണ് എൻ്റെ ചിന്ത. അന്നത്തെ ഭൗതിക സാഹചര്യത്തിൽ ഞാനെടുത്ത നിലപാട് അന്ന് ശരിയായിരുന്നത്. ഇപ്പോൾ എൻ്റെ പ്രശ്നം, എൻ്റെ ഭൗതിക സാഹചര്യം സഖാവ് സീതാറാം യെച്ചൂരിയുടെ അടുത്ത് എത്തുക എന്നുള്ളതാണ്. അതിന് എൻ്റെ സമരം ഉപേക്ഷിക്കണം. ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് സഖാവ് സീതാറാം യെച്ചൂരിയുടെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഒന്ന് കാണുക എന്നുള്ളതാണ്. ആ ദൗത്യം നിർവഹിക്കാൻ മറ്റേത് എൻ്റെ സമരത്തെയും പ്രതിജ്ഞയെയും ഞാൻ ലംഘിക്കുന്നു. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഖാവാണ്. 10-40 നിങ്ങൾ ആലോചിച്ച് നോക്കും, 10-44 വർഷക്കാലമായില്ലേ ഞങ്ങൾ ഒന്നിച്ച് സഹകരിച്ച് പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ളൊരു സഖാവ് അന്തരിച്ചു എന്ന് കേട്ടാൽ ഞാൻ ഇതിൻ്റെ മേലെ കടിച്ചു തൂങ്ങി നിൽക്കുകയാണ്. ഉള്ള വിമാനത്തിലോ എങ്ങനെയെങ്കിലും ഡൽഹിയിലെത്തുക എന്നത് എൻ്റെ മുമ്പിലുള്ളൂ. അത് അടുത്ത വിഷയമാണ്. അതിപ്പോൾ പ്രസക്തമല്ല. ഇപ്പോഴുള്ള ഏത് സമരങ്ങളും ഉണ്ടാകുന്നതും ഞാനൊരു നിലപാട് സ്വീകരിച്ചതും അന്നത്തെ ഭൗതിക സാഹചര്യമാണ്. ആ ഭൗതിക സാഹചര്യത്തിനനുസരിച്ച് അന്ന് ഞാനൊരു നിലപാടെടുത്തു. അത് തികച്ചും ശരിയാണ്. ഇന്ന് ഞാനെടുത്ത നിലപാടും ഇന്നത്തെ ഭൗതിക സാഹചര്യത്തിൽ തികച്ചും ശരിയാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ടാണ് ഞങ്ങൾ അടവുപരമായ നയങ്ങൾ ആവിഷ്കരിക്കുക. മാർക്സ്യൻ നിരീക്ഷണത്തിലുള്ള ദർശനങ്ങൾ വിശ്വസിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ ആ നിലപാടാണ് സ്വീകരിക്കുന്നത്. എനിക്ക് ജനങ്ങളോടും പാർട്ടിയോടുമാണ് പ്രതിബദ്ധത. ആ ദൗത്യമാണ് ഞാൻ നിർവഹിച്ചത്. കുറച്ച് കാലത്തിന് ശേഷമാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഈ പാർട്ടിയിൽ LDF സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞതിന് ശേഷം എങ്ങനെ കിട്ടിയിട്ടുമില്ല, അതിനുശേഷം പാർട്ടിയിൽ നിന്നൊന്ന് അകന്നു നിൽക്കുന്ന സമീപനമാണല്ലോ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ സീതാറാം യെച്ചൂരിയെക്കുറിച്ച് ചിന്തിക്കൂ. ഇതാണ് നമ്മുടെ മാധ്യമരംഗത്തുള്ളൊരു തകരാറ്. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം അതാണ്. നിങ്ങൾ നേർവഴിക്ക് ചിന്തിക്കൂ. ഇന്നത്തെ സാഹചര്യങ്ങൾ, ഇന്നത്തെ അവസ്ഥയിൽ നിങ്ങൾ ചിന്തിക്കുകയാണ് വേണ്ടത്. ഇന്ന് സീതാറാം യെച്ചൂരി വിട പറഞ്ഞു. പാർട്ടി സഖാക്കളെല്ലാം ദുഃഖിതരാണ്. ഞങ്ങൾക്കപ്പുറമുള്ള ജനങ്ങളും ദുഃഖിതരാണ്. നാടാകെ ഒരു ദുഃഖത്തിലാണ്ട് നിൽക്കുന്ന അവസരത്തിൽ ഇങ്ങനെ ചില വക്രബുദ്ധിയും ചോദ്യങ്ങളും ചോദിക്കുന്നത് ഞാനൊരു നല്ല മാധ്യമ പ്രവർത്തനമായി കാണുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വേറൊരു ദിവസം നിങ്ങൾ വരൂ. റിപ്പോർട്ടർ നല്ല ചാനലാണിപ്പോൾ, നല്ല റേറ്റിംഗ് ഉയർന്നു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നാട്ടിൽ വരാം. പലരും എന്നെ കാണുന്നുണ്ട്, നിങ്ങളുടെ ചാനലുകാർ, എല്ലാവരും ചാനലുകാർ. അല്ല, അങ്ങ് ഇതുമായി ബന്ധപ്പെട്ടേ ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൂടുതൽ മാധ്യമങ്ങൾക്ക് ഞാൻ അതാണ് പറഞ്ഞത്. ഇപ്പോഴത്തെ പ്രശ്നം അതല്ല. ഇന്നത്തെ വിഷയം ഇതാണ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഞാൻ ഇവിടെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇനിയും എന്നോട് ചോദിക്കാനുള്ള അവസരമുണ്ട്. ഇന്നത്തെ വിഷയം ഇതാണ്. ഇത് ചർച്ച ചെയ്യും. ഇത് നിങ്ങൾ ഈ ദുഃഖകരമായ അവസ്ഥയിൽ അതിൽ ജനങ്ങളാകെ ദുഃഖിക്കുമ്പോൾ അതിനോടൊപ്പം സഞ്ചരിക്കും. അതിൽ നിന്ന് വേറിട്ട് ചിന്തിക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളെല്ലാം കാണാനും
നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഇത്രയും കാര്യം പറയാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു.